നല്ലൊരു ബ്ലാക്ക് കോമഡി എന്റർടൈനർ മൂവി ആയിട്ടാണ് മരണമാസം എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആക്ടർ സിജു സണ്ണിയാണ് സിനിമ റൈറ്റ് ചെയ്തിരിക്കുന്നത്. നവാഗതനായ ശിവപ്രസാദ് ഡയറക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ടൊവിനോ തോമസ് ആണ്. ബേസിൽ ജോസഫ്, രാജേഷ് മാധവൻ, സുരേഷ് കൃഷ്ണ, അനിഷ്മ, സിജു സണ്ണി തുടങ്ങിയവരൊക്കെയാണ് സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ബനാന കില്ലർ എന്ന് പറഞ്ഞൊരു സീരിയൽ കില്ലർ അവരുടെ പ്രദേശത്തെ ഭീതിയിൽ ആഴ്ത്തുന്നതും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സ്ഥലത്തോട്ടുള്ള ലാസ്റ്റ് ട്രിപ്പ് ബസ്സിൽ ഈ ഒരു സീരിയൽ കില്ലർ എത്തുന്നതും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ വളരെ നല്ല രീതിയിലുള്ള കോമഡികളും കൗണ്ടേഴ്സും കൊണ്ടും ഒരുപാട് സ്പൂഫ് എലമെന്റ്സും കൊണ്ടും റിച്ച് ആയിട്ടുള്ള മൂവിയാണിത്. സോ ഞാൻ ടോട്ടലി സിനിമ വളരെയധികം എൻജോയ് ചെയ്തു. സിനിമയിലെ കോമഡികൾ എല്ലാം തന്നെ ഒരുപക്ഷെ ചിലപ്പോൾ എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല. കാരണം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല, ആൻഡ് ഓൾസോ മലയാളം തമിഴ് സിനിമകൾ അധികം ഒന്നും കാണാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിലത്തെ കോമഡി എലമെന്റ്സുകളും സ്പൂഫ് എലമെന്റ്സുകളും അത്രയ്ക്ക് അങ്ങോട്ട് വർക്ക് ആവണമെന്നില്ല. ബട്ട് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആക്റ്റീവ് ആണ്, നല്ലോണം നിങ്ങൾ സിനിമ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചിരിക്കാനായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഈ ഒരു സിനിമയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. തുടക്കം തൊട്ട് അവസാനം വരെ നല്ല രീതിയിലാണ് സിനിമ സെറ്റപ്പ് ചെയ്തതിന്റെ കോമഡികളും കാര്യങ്ങളും കൊണ്ടുപോയിരിക്കുന്നത്. ഓൾസോ ഇമോഷണൽ എലമെന്റ്സുകൾ കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കോമഡിയിൽ നിന്ന് ഒരു സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരു ട്രാക്ക് ചേഞ്ചസും ഓൾസോ അതിൽ നിന്ന് വീണ്ടും ഒരു കോമഡിയിലോട്ട് പോകുന്ന പരിപാടികളൊക്കെ വളരെ രസകരമായിട്ട് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ടെക്നിക്കൽ സൈഡും ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. സോ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ക്രൗഡിനോടൊപ്പം ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്ലാക്ക് കോമഡി എന്റർടൈനർ മൂവി ആയിട്ടാണ് മരണമാസം എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്.